ഷെല്ലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണമാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് മാങ്ങ വേണം. നമുക്കിത് ഇന്ന് കുറച്ച് പറിച്ചെടുക്കാം. ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ മാങ്ങയാണിത്. ഈ മാവ് ആദ്യമായിട്ട് പൂത്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വളരെ ടേസ്റ്റാണിത്. പഴുത്താലും നല്ല പഴുത്ത കളറൊന്നും വരില്ല, ഇങ്ങനെ പച്ചയായിട്ട് പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്, നല്ല പുളിയുണ്ട് ഇതിന്. അപ്പോൾ ഈ മാങ്ങയാണ് നമ്മൾ പറിച്ചെടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് പറിച്ചെടുക്കാം. നമ്മൾ ഇത്രയും മാങ്ങ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള മാങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം. മാങ്ങ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മളൊരു 10 മാങ്ങ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ എടുത്തിട്ടില്ല. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് നമ്മുടെ മാങ്ങയൊന്ന് മുറിച്ചെടുക്കാം. മാങ്ങ ചനച്ച് തുടങ്ങി. ചനച്ച മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഈ വശം കൂടി നമുക്ക് എടുക്കാം. ആ വശം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇതൊന്ന് അരിഞ്ഞ് എടുക്കാം. നീളത്തിലരിയാം കേട്ടോ, നീളത്തിലെടുക്കുന്നതാണ് അതിൻ്റെ ഭംഗി. നമുക്കൊന്ന് നീളത്തിലരിഞ്ഞെടുക്കാം. കത്തിക്ക് നല്ല മൂർച്ചയാണ്, ഞാൻ പതുക്കെ അരിഞ്ഞത്. ഇതുപോലെ നമുക്ക് എല്ലാ കഷ്ണവും പിന്നെ കനം കുറച്ച് അരിയാം. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് വറുക്കാനാണ്, വറുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വറുക്കാനാകുമ്പോൾ നമ്മളിത് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. ഈ ഒരു ലെവലാണ് നമ്മൾ മാങ്ങ അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ ഈ ദേശഭാഗമൊന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ 2 വശം, അങ്ങനെ 4 വശം നമ്മൾ അരിഞ്ഞെടുക്കുന്നുള്ളൂ. ബാക്കി ഇത് നമ്മൾ അരിഞ്ഞ് ഒരു കുപ്പിയിൽ നമ്മൾ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷക്കാലമാകുമ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ എടുക്കാം. നമ്മുടെ മാങ്ങയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലാണ് നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കടുകൊന്ന് വറുത്തെടുക്കാം. നമ്മളൊരു 2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഉലുവ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. മുളക് നമ്മൾ അതിൻ്റെ ഞെട്ടി കംപ്ലീറ്റ് കളഞ്ഞിട്ടില്ല. ഇതിന് ഞെട്ടി കംപ്ലീറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ എണ്ണ കയറും. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ കളഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമുക്കൊന്ന് വറുത്തെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളക് കരിഞ്ഞ് പോവാണ്ട് വറുത്ത് കൊടുക്കണം. മുളകൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ വളരെ കനം കുറച്ചാണ് അരിഞ്ഞേക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് മൂത്ത് കിട്ടും. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. നമ്മൾ മാങ്ങയിൽ നിന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കൂടുതലും മൂത്ത് പോകണ്ട, നമ്മൾ ഈ ഒരു ലെവലിൽ നമുക്ക് എടുത്താൽ മതി. ആദ്യം അങ്ങ് മൂത്ത് ഇതാവണ്ട, കോരിയെടുക്കാം നമുക്ക്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ മാങ്ങ
എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ വറുക്കാൻ നേരത്ത് ഉപ്പൊന്നും ചേർക്കണ്ട. ഉപ്പും മാങ്ങയിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതായത് നമുക്ക് അത് ഉപ്പില്ലാണ്ട് തന്നെ നമ്മൾ വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾ കോരിയെടുക്കാം. ഈ ഒരു ലെവലിൽ നമ്മൾ വറുത്തെടുക്കണം, കരിഞ്ഞു പോകരുത്. നമ്മൾ ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ ഉണക്കമുളകും കറിവേപ്പിലയും നമ്മൾ വറുത്തെടുത്തില്ലേ, അതാണിത്. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണത്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച കടുകും ഉലുവയും കൂടിയാണിത്. കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച്. 1 സ്പൂണ് കായപ്പൊടിയാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തീ കത്തിച്ചിട്ടൊന്നുമില്ല. ഇത് തീ കത്തിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് പൊടിച്ചത് ഒന്ന് ചൂടായിട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇത്തിരി കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കണം, മാങ്ങയിലൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട്. നമുക്കൊരു മാങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണ, നമ്മളിപ്പോൾ മാങ്ങ വറുത്ത എണ്ണയാണിത്, ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു ലേശം ഉപ്പും വിനാഗിരിയും വെള്ളവും കൂടെ തിളപ്പിച്ച് ആറ്റിയതാണ്. ലേശം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എണ്ണമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. നമ്മൾ വിനാഗിരിയും വെള്ളവും കൂടെ തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ചത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തു. അത് ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചേർക്കണ്ട. ഇത് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നമുക്ക് വർഷക്കാലത്തും അല്ലാതുള്ള സമയത്തും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണിത്. ഉണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി. അപ്പോഴേക്കും ഇതിൻ്റെ ഈ മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടിരിക്കും. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ നമ്മൾ എണ്ണമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.